ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കാം. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 25-ാം വാക്യം. നിന്നോടൊന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുത്തവനെ പോലെ പെരുമാറരുത്. അവരിൽ നിന്ന് പലിശ ഈടാക്കുകയുമരുത്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം ശ്രവിച്ചപ്പോൾ തന്നെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പലിശ കൊടുക്കുന്നതും പലിശയ്ക്ക് പണം വാങ്ങുന്നതുമൊക്കെ ഏറ്റവും വലിയ തിന്മയാണെന്ന് ദൈവവചനം പറഞ്ഞിട്ടും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന അനേകർ ഇന്ന് പലിശയ്ക്ക് പണം കൊടുക്കുകയും കൊടുത്ത പണം അത് പലിശയുടെ തലത്തിൽ തന്നെ കിട്ടിയിട്ടും പണത്തിനു വേണ്ടി കേസുമായി കോടതിയെ സമീപിക്കുന്നതുമൊക്കെ ഇന്ന് നമുക്ക് നിത്യമായ ജീവിതത്തിൽ ഇവിടെ സാധാരണ തലങ്ങളിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം വല്ലാത്ത വിഷമത്തോടെ കൗൺസിലിങ്ങിനായിട്ട് വന്നു. അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഇപ്രകാരമാണ്. മക്കളുടെ പഠനത്തിനു വേണ്ടി, മക്കളുടെ ബിരുദാനന്തര പഠനത്തിനു വേണ്ടി കൂടെയുള്ള ഒരു സഹോദരനിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. ഏകദേശം 2 ലക്ഷം വരും. ആ 2 ലക്ഷം പണം കടം വാങ്ങിയിട്ട് എല്ലാ മാസവും മുടങ്ങാതെ പലിശ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പലിശയ്ക്കാണ് കടം അവർ കൊടുത്തത് തന്നെ. എല്ലാ മാസവും പലിശ കൊടുത്തു. അങ്ങനെ കുട്ടിയുടെ ആ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പലിശ ഇങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്ത് 3 വർഷമായപ്പോൾ തന്നെ അവർ വാങ്ങിയ പണം പലിശ ഇനത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവർ പഠനമൊക്കെ കഴിഞ്ഞ് ഈ കൊച്ചിന് ജോലി കിട്ടാതെ വന്നപ്പോൾ ആ കുടുംബം വല്ലാത്ത അസ്വസ്ഥതയിലായി. എങ്ങനെ ഈ കടം കൊടുത്തു തീർക്കും എന്നുള്ള വിഷമമായി. കടം വാങ്ങിയ പൈസയേക്കാൾ പലിശ കൊടുത്തു കഴിഞ്ഞിട്ടും അത് വാങ്ങിയ മനുഷ്യന് മാനസാന്തരമില്ല. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ കൊടുത്ത ഈ ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞ് ഇവരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം കേസായി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് ഈ കുടുംബം കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള അനേകം സംഭവങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തകർന്ന അനേകരെ കാണാൻ പറ്റും. പലിശയ്ക്ക് പണം, മറ്റുള്ളവർക്ക് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ആ പലിശയിലൂടെ പണം സമ്പാദിച്ച് വളർന്ന് വന്നിട്ട് അവസാനം ഒന്നുമില്ലാത്ത തലത്തിൽ തകർക്കപ്പെട്ട അനേകം കുടുംബങ്ങളുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായി. ദൈവം നൽകിയ സമ്പത്തിനെ അത് ശരിയായി വിനിയോഗിക്കാതെ പലിശയ്ക്കായിട്ട് കടം കൊടുത്തത് മൂലം കുടുംബങ്ങൾ തകർന്ന അനേകം സംഭവങ്ങളുണ്ട്. ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 35 ദൈവം പറയുകയാണ്, നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ സംരക്ഷിക്കുവാൻ അവന് വകയില്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത് ഭൗതികമായ സമ്പത്തുകൾ അല്ലെങ്കിൽ ആത്മീയമായ സമ്പത്തുകൾ അത് മറ്റുള്ളവർക്ക് നിർലോഭം കൊടുക്കുവാനും അവരെ രക്ഷിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാനും വേണ്ടിയാണ്. ഭൗതിക സമ്പത്ത് അത് വർദ്ധിപ്പിക്കുവാൻ, അത് സംരക്ഷിക്കുവാൻ, അത് നഷ്ടപ്പെടാതിരിക്കുവാൻ ഒരു വ്യക്തി നിലപാടുകൾ എടുക്കുമ്പോൾ, ആത്മീയത മറന്ന് ദൈവത്തെ മറന്ന് നിലപാടുകൾ എടുക്കുമ്പോൾ അവൻ്റെ ആത്മാവ് നിത്യമായ നാശത്തിലേക്ക് വീഴാനായിട്ട് സാധ്യതയുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 36-ാം വചനം പറയുകയാണ്, അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. ദൈവത്തെ ഭയപ്പെടുക, നിൻ്റെ സഹോദരൻ നിൻ്റെ കൂടെ വസിക്കട്ടെ.
പ്രിയമുള്ളവരെ, സഹോദര ബന്ധങ്ങളിൽ പോലും ഇന്ന് പലിശയുടെ പ്രശ്നം പറഞ്ഞ് പലിശയ്ക്ക് പണം എടുത്തത് മൂലം സഹോദര ബന്ധങ്ങൾ തകർക്കപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഒരു കാര്യത്തിനെ സഹായിക്കാനായിട്ട് പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് അത് തിരികെ വരാതെ വന്നപ്പോൾ സഹോദരങ്ങളെ മർദ്ദിക്കുവാനും പീഡിപ്പിക്കുവാനും അവരുടെ വസ്തുവകകൾ അതിക്രമിച്ച് കൈയടക്കുവാനും ശ്രമിക്കുന്ന സഹോദരങ്ങളെ കാണാനിടയായിട്ടുണ്ട്. എല്ലായിടത്തും മനുഷ്യൻ്റെ ഈ ആർത്തി ആണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ആർത്തി ഒരുവൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുക്കുന്ന നിലപാടുകൾ ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ വചനം സുലഭമല്ലായിരുന്നു. നമുക്കറിയാം, ഒരു 60 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇന്ന് കാണുന്നത് പോലെയുള്ള വലിയ വലിയ വചന ശുശ്രൂഷകളോ ദൈവവചനം ശ്രവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളോ ഇല്ലായിരുന്നു. ഇന്ന് ചാനലുകളിലൂടെ നിരന്തരം ദൈവവചനം ശ്രവിക്കുവാനായിട്ട് അനേകർക്ക് സൗകര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവവചനം സുലഭമായി ഒഴുകുന്ന ഒരു കാലഘട്ടമാണ്. പാലും തേനും പോലെ കർത്താവിൻ്റെ വചനം ഇന്ന് കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ഇടവകകളിൽ, ദേശങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനം എന്താണ് ഈ തിന്മയെക്കുറിച്ച് പറയുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇന്നും മനുഷ്യൻ പണം പലിശയ്ക്ക് കൊടുക്കുവാനായിട്ട് നിലപാടുകൾ എടുക്കുമ്പോൾ, പ്രിയമുള്ള സഹോദര സഹോദരി, തിരിച്ചറിയണം, നീ പലിശയ്ക്ക് പണം വാങ്ങുന്നതും പലിശയ്ക്ക് പണം കൊടുക്കുന്നതും അത് ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം. ഈ നിന്ദ്യമായ ഈ പ്രവൃത്തി ചെയ്താൽ കുടുംബത്തിൻ്റെ അടിത്തറ തകരപ്പെടുമെന്ന് തിരിച്ചറിയണം. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം 19-ാം തിരുവചനം, നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങുകയും അരുത്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയാണ്. കാരണം നീ എന്ത് കൊടുത്താലും, നിന്റെ പണമാകാം, ഭക്ഷ്യസാധനങ്ങളാകാം, മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷെ നീ അത് പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല. നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് നീ സ്നേഹത്തോടെ കൊടുക്കുക. അവരുടെ സമയത്ത് അത് തിരിച്ചു തരും. അതല്ലാതെ അതിനിരട്ടിയായിട്ട് കിട്ടണം, പലിശ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് കിട്ടണം എന്നുള്ള മനോഭാവത്തോടെ നീ എന്ത് കൊടുക്കുന്നുവോ അത് തകരുവാനായിട്ടിടയാകും. നീ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്നുള്ള മനോഭാവമാണ്. ദൈവം നിനക്ക് തന്ന സമ്പാദ്യം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് മറ്റുള്ളവരുമായിട്ട് നീ പങ്കുവയ്ക്കുമ്പോൾ അവരിൽ നിന്ന് തന്നെ എനിക്ക് അധികം കിട്ടണമെന്നുള്ള മനോഭാവം വെടിഞ്ഞ് ദൈവത്തിൽ നിന്ന് എനിക്ക് അനുഗ്രഹം കിട്ടണമെന്നുള്ള ചിന്തയോടെ നിനക്കുള്ളത് സമ്പാദ്യം പങ്കുവച്ചാൽ അത് കുടുംബത്തിൽ അനുഗ്രഹമായി, കുടുംബത്തിൽ ഒരു സന്തോഷമായി, കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് അത് സഹായിക്കുമെന്ന് തിരിച്ചറിയണം. സങ്കീർത്തനത്തിൽ 15-ാം സങ്കീർത്തനം മനോഹരമായ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിലൊക്കെ കർത്താവിൻ്റെ കൂടാരത്തിൽ ആരാണ് വസിക്കുന്നതെന്ന് പറയുന്ന ആ വചനഭാഗം നമ്മളൊന്ന് ചെറിയൊരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം നമ്മളൊന്ന് വളരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആദ്യം തുടങ്ങുന്ന സങ്കീർത്തനം ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനഭാഗങ്ങളിൽ അവസാന ഭാഗമെത്തുമ്പോൾ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷകനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കടത്തിന് പലിശ ഈടാക്കാതെ ജീവിക്കുന്നവനാണ് നിർഭയനായി ജീവിക്കാൻ പറ്റുന്നത്. ഇന്ന് കടം കൊടുത്തിട്ട്, പലിശയ്ക്ക് കൊടുത്തിട്ട് ഭയത്തിൻ്റെ അസ്വസ്ഥതയിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാം സമ്പാദിച്ച് കൂട്ടിയിട്ടും മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുക. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഭയം. ജീവിതത്തെ തന്നെ ഒരു ഭയത്തിൻ്റെ അവസ്ഥയിൽ ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കി കൂട്ടി പലിശയ്ക്ക് കൊടുത്ത് ബാങ്ക് ബാലൻസും എല്ലാം വലിച്ചു വാരി കൂട്ടിയിട്ട് ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. അസമാധാനം. ഒരു കാര്യം നേരെ ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. സന്തോഷകരമായ ഭക്ഷണങ്ങൾ വീട്ടിലെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടും പല രോഗങ്ങളുടെ കാരണം പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. പലിശ മൂലം വാങ്ങിയ സമ്പത്ത് അത് അനുഗ്രഹമാവുകയില്ലെന്ന് തിരിച്ചറിയണം. നിർഭയനായി അനുദിന ജീവിതത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന് പലിശ ഈടാക്കാതിരിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 8-ാം തിരുവചനം: പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും. അപ്പോൾ ഒരു മനുഷ്യൻ
അവൻ്റെ സമ്പാദ്യവും അവൻ്റെ കഴിവുകളും മറ്റുള്ളവരിൽ നിന്ന് അധികമായി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ സ്വാർത്ഥതയോടെ നീ കുറച്ച് കൊടുത്തിട്ട് സമ്പാദിക്കാൻ നേടിക്കൊണ്ടിരുന്നാൽ നിൻ്റെ ഉള്ളതുപോലെ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. കാരണം പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവർ പലിശ വാങ്ങാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരുണ്ട്. മുതൽ മാത്രം കിട്ടിയാൽ മതി. ഒരാൾ ഒരു സഹായം ചോദിച്ചു വരുമ്പോൾ ഇത്ര രൂപ കൊടുക്കും, ഓക്കെ നിനക്ക് തരാൻ പറ്റുന്ന സമയത്ത് ഒരു കാലയളവിൽ നീ അത് തന്നു തീർത്താൽ മതി എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് പലിശയ്ക്ക് പൈസ കൊടുക്കാതെ തന്നെ സഹായം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ സമ്പത്ത് കൂടുന്നത് കാണാൻ പറ്റും. അവരുടെ കുടുംബത്തിൽ ഒരിക്കലും തകർച്ചയോ ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. കാരണം എന്താ? ദൈവം തന്നതിനെ, ആ മുതലിനെ മനുഷ്യരിൽ നിന്ന് തന്നെ പിഴിഞ്ഞെടുക്കാനുള്ള മനോഭാവമില്ലാതെ അത് പങ്കുവയ്ക്കുന്ന മനോഭാവമായതുകൊണ്ട് അവരുടെ ആ കുടുംബത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. മറ്റുള്ളവർ പലിശയ്ക്ക് പണം സമ്പാദിക്കുന്നവരുടെ പൈസ പോലും ഇവരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നീതിമാൻ ആരാണ് നീതിമാൻ എന്ന് ചോദിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം 7-8 തിരുവചനം ഇപ്രകാരമാണ്: അവർ ആരെയും പീഡിപ്പിക്കുന്നില്ല, കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല, അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. ഈ വചനഭാഗങ്ങളിലൂടെ ആരാണ് നീതിമാൻ എന്ന് കൂടി പറയുന്നുണ്ട്. പലരും ഇന്ന് അനേകർ വളരെ അഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ, ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോകുന്നില്ലല്ലോ, എനിക്ക് കിട്ടിയ സമ്പത്ത് അത് എൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട് ഞാൻ പലിശയ്ക്ക് കൊടുത്തു, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, അവർ പറഞ്ഞതാണ് പലിശയ്ക്ക് പൈസ ആവശ്യപ്പെട്ടപ്പോൾ പലിശയ്ക്ക് കൊടുത്തു, അത് ഞാൻ പലിശ വാങ്ങിക്കുന്നത് കൊണ്ട് എന്താ തെറ്റ്? പ്രിയമുള്ളവരെ, തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയും യുക്തിയും നമ്മുടെ ന്യായീകരണങ്ങളുമല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം വചനം വെച്ചാണ് ഒരുവനെ വിധിക്കാൻ പോകുന്നത്. അന്ത്യദിനത്തിൽ അവിടെ നിന്ന് വിധിക്കുന്നത് ദൈവവചനം വെച്ചാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നൽകിയ വചനം, കൽപ്പനകൾ, പ്രമാണങ്ങൾ, അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ ബുദ്ധിയിലും യുക്തിയിലും വെച്ച് ഇത് പാപമല്ല, ഇത് കുഴപ്പമില്ല, ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ, അവരുമായിട്ട് സംസാരിച്ചിട്ടാണല്ലോ, അവർ സമ്മതിച്ചിട്ടാണല്ലോ ഞാൻ എൻ്റെ പണം കൊടുത്തത്, അതുകൊണ്ട് പലിശ വാങ്ങിക്കുന്നതുകൊണ്ട് അതെന്താണ് തെറ്റ് എന്ന് ആക്രോശിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും അടിക്കടി വന്നു വീഴുന്നത് കാണാൻ പറ്റും. അവർക്ക് പക്ഷേ മനസ്സിലാകുന്നില്ല. പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, കുടുംബത്തിൽ സമാധാനം വിട്ടുമാറുന്നില്ല, മക്കളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് മക്കൾ വിവാഹമോചനത്തിൻ്റെ പിന്നാലെ കേസുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പലിശ പണം കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുമെന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ, അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ വചനത്തിൻ്റെ ആ തിരിച്ചറിവ് ഇല്ലാത്ത നാളുകളിൽ നീ പണം പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നീ ജീവിക്കുമ്പോൾ അതിന് പരിഹാരം ചെയ്യണം. പലിശയിലൂടെ നീ സമ്പാദിച്ച സമ്പത്ത് നീ ഇന്ന് ബാങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും കെട്ടിയിട്ടിട്ട് നിൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലുമൊക്കെ തകർച്ച മാറാതെ കിടപ്പുണ്ടെങ്കിൽ സക്കയൂസിനെ പോലെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള മനോഭാവം വേണം. സക്കയൂസിൻ്റെ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ലേ? കാരണം അവൻ മറ്റുള്ളവരിൽ നിന്ന് ആക്രമിച്ച് എടുക്കുന്ന ഒരു മനോഭാവമാണ്. സമ്പത്ത് ഇങ്ങനെ സ്വരൂപിച്ച് കൂട്ടുവാനായിട്ട് അവനിങ്ങനെ പണം മറ്റുള്ളവരിൽ നിന്ന് വഞ്ചിച്ചു വരെ എടുക്കാനായിട്ടിടയായി. അവസാനം സക്കയൂസിനെ അത് തിരിച്ചറിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ അസമാധാനവും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വിട്ടുമാറാൻ അവനെ സഹായിച്ചത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അവൻ നേടിയ സമ്പത്ത് അനീതിപരമായിട്ടുള്ള സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സക്കയൂസ് ഒരു നിലപാടെടുത്തു. ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും ആരോഗ്യവും ഒക്കെ ഇന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണെങ്കിൽ അതിനൊരു കാരണം പണം പലിശയ്ക്ക് കൊടുത്ത് നമ്മൾ നേടിയ സമ്പത്താണെന്ന് കാണാനായിട്ട് സാധിക്കും. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു തിന്മ മൂലം കുടുംബത്തിൽ അസമാധാനം ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റുവാനായിട്ട് സാധിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 13-ാം വാക്യവും 17-ാം വാക്യവും ഒക്കെ ഇത് ഏറ്റവും വലിയ മ്ലേച്ഛതയാണെന്ന് പറയുകയാണ്. മ്ലേച്ഛതയാണ്. കാരണം ഈ പലിശ പണം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് മരണത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അത് മ്ലേച്ഛമായ പാപ അവസ്ഥകളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മൾ സമ്പത്ത് കൂട്ടുന്നത് തന്നെ എന്താണ്? എനിക്കല്ല, എൻ്റെ തലമുറ സുഖമായി ജീവിക്കണം,
എൻ്റെ മക്കൾ നന്നായി ജീവിക്കണം, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹ ജീവിതം, അല്ലെങ്കിൽ മക്കളുടെയൊക്കെ തലമുറകൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർക്കൊരു കുറവും ഏൽക്കാൻ പാടില്ല, അവർക്കൊരു പ്രശ്നവും പ്രതിസന്ധിയും വരാൻ പാടില്ല. ഈ ആഗ്രഹത്തോടെയാണ് ഉള്ള പണം ഇരട്ടിക്കുവാൻ പലിശയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ പിന്നിൽ വരുന്ന ദുരിതം എന്താണ്? ഈ മക്കളുടെയൊക്കെ ജീവിതം ഗതി പിടിക്കാതെ പോകുന്നു. പഠിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു തൊഴിലിൽ കയറാനായിട്ട് പറ്റുന്നില്ല. പലിശയ്ക്ക് പണം വാങ്ങിയ പൈസ കൊണ്ട് പഠിച്ചിട്ടും അതിൽ അനുഗ്രഹം പറ്റാതെ പോകാൻ കാരണം എന്താണ്? ദൈവം വെറുക്കുന്ന പാവം ചെയ്തു. കാരണം പലിശയ്ക്ക് പണം കൊടുക്കുകയോ പലിശയ്ക്ക് പണം വാങ്ങുകയോ പാടില്ല. കൊടുക്കുവാനും വാങ്ങുവാനും പാടില്ല എന്ന് പറയുകയാണ് പലിശയ്ക്ക്. അല്ലാതെ പണം കൊടുക്കാം. നീ ഒരു പൈസ കുറച്ച് ഒരാളെ സഹായിക്കാനായിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ നീ അത് പലിശ വാങ്ങാതെ കൊടുക്കണം. ആ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സമയം പറഞ്ഞിട്ട് നീ അത് തിരികെ കൊടുക്കാനും കഴിയണം. പക്ഷേ ഇന്ന് പലരും പലതരത്തിലുള്ള വഞ്ചനകൾ, അസ്വസ്ഥതകൾ ഇന്ന് സമൂഹത്തിൽ ഈ പണത്തിൻ്റെ പേരിൽ, പലിശയുടെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തരാമെന്ന് പറഞ്ഞിട്ട് പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ട് കള്ളം പറഞ്ഞ് കവർച്ച പറഞ്ഞ് ഓടുന്നവരെ കാണാൻ പറ്റും. ചിലരിൽ നിന്നൊക്കെ പണം വാങ്ങി ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിനാകാം, ഏതെങ്കിലും തൊഴിൽ മേഖലകളിലായിരിക്കാം, ഏതെങ്കിലുമൊക്കെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സഹായം ചോദിച്ച് പൈസകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് പെട്ടെന്ന് മുങ്ങിക്കളയുന്നവരെ കാണാൻ പറ്റും. കാരണം ആ സമ്പത്തെല്ലാം വാങ്ങിയിട്ട് അവനവിടെ ആ സ്ഥലത്ത് നിന്നും വിട്ടുപോകും. ഒരു അഡ്രസ്സും കാണില്ല, മൊബൈൽ ഫോണും ഓഫായി. അവൻ വിചാരിക്കുന്നത് എന്താണ്? അവൻ നേടി ഈ സമ്പത്ത് കൊണ്ട് അവന് രക്ഷപ്പെടാമെന്നാണ്. ഒരിക്കലും പറ്റില്ല. അവൻ അസ്വസ്ഥരായിരിക്കും. അവൻ ദേശാന്തര ദേശങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കും. ആബേലിനെ കൊന്നിട്ട് സുരക്ഷിതമായിരുന്നത് പോലെയല്ല. കാരണം കായേലിനോട് പറഞ്ഞു, കാരണം നീ ചെയ്ത തിന്മ മൂലം ഭൂമിയിൽ നിന്ന് നിലവിളി ഉയരുന്നുണ്ട്. ഇതുപോലെയാണ് സഹോദരനെ വിഷമിപ്പിച്ചിട്ട്, സഹോദരൻ്റെ കണ്ണുനീർ വീഴ്ത്തിയിട്ട്, സഹോദരനെ അന്യായമായി പണത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചിട്ട് നീ എവിടെ ഓടിയാലും നിനക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല. നീ ഏത് സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിലിരുന്നാലും അത് നിനക്ക് സുരക്ഷിതത്വം തരുകയില്ല. ഏതെങ്കിലും ഒരു തകർച്ച അവിടെ കടന്നു വരും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 12-ാം തിരുവചനം, നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്. നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പലിശ തിന്മകൾ വാങ്ങുന്നവർ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്. കാരണം ഈ പലിശയ്ക്ക് വാങ്ങിച്ച് അതുപോലെ തന്നെ പണം കൊടുത്ത് കാര്യങ്ങൾ നേടാമെന്നുള്ള ചിന്തയിൽ കോഴ കൊടുക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ അനുഗ്രഹമല്ല, തിന്മയാണ് നീ വരുത്തി വയ്ക്കുന്നത്. കോഴ കൊടുക്കുന്നത് പോലും പലിശ പോലെ തന്നെയാണ് കോഴ. കാരണം കാര്യം സാധിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുക്കും ചിലർ. ഒരു കാര്യം നേടാനായിട്ട് കൈക്കൂലി വാങ്ങുകയും കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നത് പാവമാണ്. പലിശ പണം പോലെ തന്നെയാണ് കൈക്കൂലിയും എന്ന് തിരിച്ചറിയണം. ഇന്ന് ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ചില കാര്യങ്ങൾ നേടാൻ, നീതിപൂർവം കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ പലിശയ്ക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ലാതായിത്തീരും. അതുപോലെ തന്നെ നീതിയും ന്യായവും പാലിക്കേണ്ടവർ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നന്നായി ചെയ്തു കൊടുക്കേണ്ടവർ നിസ്വാർത്ഥമായി ചെയ്യാതെ കൈക്കൂലി പ്രതീക്ഷിച്ച് കൈക്കൂലി വാങ്ങി ചെയ്യുമ്പോൾ ആ പണം കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും, അസ്വസ്ഥതയ്ക്ക് കാരണമാകും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 19-ാം തിരുവചനം, അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും, സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ രക്ഷിക്കുവാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല. അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറ് നിറയ്ക്കുവാനോ ആവുകയില്ല. എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത്. പ്രിയമുള്ളവരെ, കുറച്ച് സ്വർണത്തിൻ്റെ പേരിൽ, വെള്ളിയുടെ പേരിൽ, കുറച്ച് സമ്പാദ്യത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് ബന്ധങ്ങളെ പോലും മുറിച്ചു മാറ്റുന്ന ജീവിതങ്ങളെ കാണാൻ പറ്റും. പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് കിട്ടാത്തത് കൊണ്ട് ഒത്തിരിയേറെ സമ്പാദ്യം ഉണ്ടായിട്ടും അത് വിട്ടുകളയാതെ പലിശയ്ക്ക് വേണ്ടി തന്നെ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ, അവരുടെയൊക്കെ കുടുംബങ്ങളിൽ തിന്മയുടെ അന്ധകാരം നിറയും. പൈശാചിക ശക്തികൾ ആ ഭവനത്തിൽ വാസമുറപ്പിക്കും. അപ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹമാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ, വ്യക്തിജീവിതം അനുഗ്രഹമാകണമെങ്കിൽ ദൈവം പറയുന്ന ഈ വചനം നമ്മൾ പാലിക്കണം. വചനത്തിൽ പറയുകയാണ്, പലിശയ്ക്ക് പണം കൊടുക്കുകയോ പലിശയ്ക്ക് പണം വാങ്ങുകയോ ചെയ്യാൻ പാടില്ല.
പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമാകും. നമ്മളിന്ന് വാരിക്കൂട്ടി വയ്ക്കുന്ന സ്വർണവും വെള്ളിയും ഇതൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല. മനുഷ്യന് അല്പം ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഈ ഭൂമിയിലെ കുറച്ച് നാളത്തെ ജീവിതത്തിന് വേണ്ടി ജീവിക്കേണ്ട ജീവിതം അവൻ അതെല്ലാം മറന്ന് അവൻ തലമുറയ്ക്ക് വേണ്ടി നേടാൻ ശ്രമിക്കുക. കോടിക്കണക്കിന് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ, സ്വർണം വർദ്ധിപ്പിക്കുവാൻ, വെള്ളി വർദ്ധിപ്പിക്കുവാൻ, സ്ഥലങ്ങൾ വാരിക്കൂട്ടുവാൻ, ഇതൊക്കെ അവൻ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് കൊണ്ട് ഈ തിന്മ ചെയ്യുന്നത് കുഴപ്പമില്ല എന്നുള്ള മനോഭാവത്തിൽ പിശാച് അവൻ്റെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും വലിയ തിന്മയാണ്. വ്യഭിചാരം പോലെ, കൊലപാതകം പോലെ, അതിനേക്കാൾ ഏറ്റവും വലിയ പാപമാണ് പണം പലിശയ്ക്ക് നീ കൊടുത്തിട്ട് പലിശയ്ക്ക് വേണ്ടി വ്യക്തിബന്ധങ്ങളെ തകർക്കുന്നത്. അതുകൊണ്ട് കുറ്റബോധത്തിന് അടിമപ്പെടാനല്ല, സക്കയോസിനെ പോലെ പരിഹാരം ചെയ്യണം. പാപത്തിന് പരിഹാരം ചെയ്താൽ കർത്താവായ യേശു നിന്നെ രക്ഷിക്കും. നീ ഒരു തിന്മ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ വചനം കേട്ടിട്ട് അയ്യോ എൻ്റെ തകർച്ചയ്ക്ക് ഞാൻ ചെയ്ത ഈ പലിശ പണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തിന്മകളാണോ എന്ന് തിരിച്ചറിയുമ്പോൾ നിരാശപ്പെടാനോ കുറ്റബോധത്തിന് അടിമപ്പെടാനോ അല്ല ദൈവം പറയുന്നത് നീ മാനസാന്തരപ്പെടാനാണ്, നീ തിരിച്ചു വരുവാനാണ്. പരിഹാരം ചെയ്താൽ ദൈവം നിൻ്റെ ജീവിതത്തെ പുനരുദ്ധരിക്കും, നിൻ്റെ കുടുംബത്തെ രക്ഷിക്കും. സുഭാഷിതങ്ങൾ 1:19 അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്ന എല്ലാവരുടെയും ഗതി ഇതാണ്, അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. സുഭാഷിതങ്ങൾ 10:2 അന്യായമായി നേടിയ ധനം ഉതവുകയില്ല, നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിപൂർവം ജീവിക്കുന്ന പണം മതിയെന്ന് നിലപാടെടുത്ത് ജീവിക്കണം. സുഭാഷിതങ്ങൾ 11:24-25 വചനം ഉദാരമായി ദാനം നൽകിയിട്ട് കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ട് മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം ലഭിക്കും. നീ ഇന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അത് നിസ്വാർത്ഥമായി മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കുന്ന ജീവിതമാണെങ്കിൽ ദൈവം നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തലമുറയെയും അനുഗ്രഹിക്കും. അനീതിപൂർവം പലിശപ്പണത്തിൽ നീ സമ്പാദ്യം വാരിക്കൂട്ടുവാൻ ശ്രമിച്ചാൽ അത് നിൻ്റെ കുടുംബത്തിന് തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ തിന്മയെ ഭവനത്തിൽ നിന്ന് എടുത്തു മാറ്റണം. കുടുംബത്തിലെ മക്കളോട് പറയണം. മുതിർന്ന തലമുറയിലുള്ളവർ അവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ മക്കളോട് പറയണം, മക്കളെ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കാതെ സ്നേഹത്തോടെ കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി എടുത്തുകൊണ്ട് ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, അത് ഭക്ഷണമാകാം, അത് പണമാകാം, സ്വർണമാകാം, വെള്ളിയാകാം, എന്തുമായിക്കൊള്ളട്ടെ, അത് പലിശയ്ക്ക് കൊടുത്ത് ജീവിതത്തെ തകർക്കുകയില്ലെന്ന് ഈ ദിനത്തിൽ തീരുമാനമെടുക്കാം. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, സഹോദരർക്ക്, മറ്റുള്ളവർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുവാനോ മറ്റുള്ളവരിൽ നിന്ന് പണം പലിശയ്ക്ക് വാങ്ങുവാനോ പാടില്ല. കർത്താവിൻ്റെ കൽപ്പനയാണ്. പലപ്പോഴും ഞങ്ങളുടെ അജ്ഞതയുടെ നാളുകളിൽ ഞങ്ങളറിയാതെ ഈ തിന്മ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നവ അന്യായമായ പലിശയിലൂടെയും അനീതി നിറഞ്ഞ ജീവിതത്തിലൂടെയും വർദ്ധിപ്പിക്കാതിരിക്കുവാനും നീതിനിഷ്ഠമായ ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും സമ്പത്തും അത് മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല സമ്പത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, ഞങ്ങളെ പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.